അശ്വിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി എങ്കിൽ എന്ത് ചെയ്താ അശ്വിൻ കൺവിൻസ് ആവും? അയ്യോ അതിവിടെ പറയാൻ കയ്യിന്ന് പോയടാ ചാർലി. അതിവിടെ പറഞ്ഞാൽ ശരിയാവും തോന്നുന്നില്ല. അത് മേക്ക് ലവ്. മേക്ക് ലവ്. ഞാൻ സെൻസർ ചെയ്താണ് എഴുതിയിരിക്കുന്നത്. സാർക്ക് ഇപ്പിടി ഒരു ഫ്ലാഷ് ബാക്ക് ഇരിക്കുന്നു. ഒരു പോലീസുകാരനും പറഞ്ഞില്ല. നമ്മൾ എപ്പോഴും കാണുമ്പോൾ ഇപ്പോഴും ലാപ്ടോപ്പ് കൂടി ഉണ്ടാവും. എപ്പോഴും വർക്ക് ഭയങ്കര ഇതിന് വരുമ്പോഴേക്ക് ലാപ്ടോപ്പ് ഉണ്ട് സൈഡിൽ ഉണ്ട്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ലാപ്ടോപ്പ് അങ്ങനെയൊന്നും മോർ ടൈം വിത്ത് ലാപ്ടോപ്പ് ഉള്ളി എന്റെ കൂടെ ഒന്നും അല്ല. എന്നാലേ ദിയക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഓപ്പൺ ചെയ്ത് എന്താണത്? എന്ത് പണ്ടാരമാണെന്ന് പായസം വല്ലതും ഞാൻ തിന്നൂല കേട്ടാ. എന്റെ ഫാമിലിയിലുള്ള സാധനം തന്നെ കറക്റ്റ് ആയിട്ട് എനിക്ക് തന്നു. സന്തോഷമായി. എന്റെ കുടുംബം മുഴുവൻ ഫേമസ് ആയത് ഈ റംബൂട്ടാൻ കൊറോണ സീസണിൽ. കൊറോണ പോലെ ഇരിക്കുന്ന ഫ്രൂട്ടാണ്. ഓക്കെ ഓക്കെ, ബിസിനസ് ക്ലാസ് സീറ്റിലാണ് സഹോദരൻ പോയത്. തിരിച്ചു വന്നത് ഫസ്റ്റ് ക്ലാസ് സീറ്റിലാണ്. അപ്ഗ്രേഡ് കിട്ടി. സ്നേഹം മാത്രം കൊടുത്താൽ മതി, ബാക്കി എല്ലാം അവള് തരും. ദേഷ്യപ്പെട്ടിരിക്കുന്ന പോലെ എന്നെ കാണാൻ ദേഷ്യപ്പെടുമ്പോൾ നിന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടാ എന്ന് പറഞ്ഞ് വെടി തീരും എന്റെ. ഓ ഗോഡ്, തനിക്കിത് കിട്ടിക്ക് താ ചത്ത മധുരമില്ലാത്ത പായസം പോലെ കിട്ടല്ല. കുഴപ്പമില്ല, പായസത്തിന്റെ അത്രയും കുഴപ്പമില്ല. പായസം അയ്യോ, ഞാൻ ജനിച്ചിരുന്നവരെ കഴിച്ചിട്ടില്ല. ഞാനും ഉഷാനി ഹൻസിക്കും ടേസ്റ്റ് പോലും ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഏറ്റവും കുറച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്തത് എൻ്റെ അച്ഛനെ കുറിച്ചാണ്. ദാറ്റ് ഗായ് ഈസ് അണ്ടർ റേറ്റഡ് ഹീറോ എൻ്റെ ലൈഫിൽ. ഞാൻ ഒരു കാര്യം, അത് ഞാൻ എങ്ങോട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു സ്ഥലത്ത് പോലും ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ച് ആക്ച്വലി ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. കുറച്ച് സാധനങ്ങളും മറ്റേ കാര്യങ്ങൾ, ലക്ഷറീസ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. മിനിമൽ സാധനമായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛൻ എന്നെ രാജാവിനെ പോലെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടനായാൽ പോലും എന്നെ ആയാലും അടിപൊളിയാണ് പുള്ളി. എന്നെ കൊണ്ട് ഒരു ജോലി ചെയ്യിപ്പിക്കത്തില്ല. അറിയാമോ, ഒരു ജോലി ചെയ്യിപ്പിക്കത്തില്ല, ഒന്നും ചെയ്യിപ്പിക്കത്തില്ല എന്നെ കൊണ്ട്. ലൈക്ക് എന്താ പറയുക, അത് വേണ്ട. പിന്നെ 100 നാവ. ഞാൻ നേരെ പഠിച്ചില്ലെങ്കിൽ പോലും അവൻ വലിയ ആളാവും. നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഓമയത്താവൻ നമ്മൾ പല ഫംഗ്ഷൻസിനും പുള്ളി വന്നിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് പുള്ളി ആ ക്രൗഡിലൊന്നും കാണത്തില്ല. പുറത്ത് വല്ല ഫൗണ്ടന്റെ ഫോട്ടോയോ പൂവിന്റെ ഫോട്ടോയോ കായിന്റെ ഫോട്ടോയോ ഒക്കെ എടുത്തിങ്ങനെ പുള്ളി ആരും ട്രബിൾ ചെയ്യത്തില്ല. ഇങ്ങനെ ഫെയിം ഒന്നും അങ്ങനെ താല്പര്യം ഒന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട, അങ്ങനെ അങ്ങ് പോവും. എടോ, ഈ പ്രസവ സമയത്ത് എനിക്ക് എന്തെങ്കിലും പറ്റിയ ഇങ്ങനെയൊക്കെ പറയാം. അപ്പം ഞാൻ പറഞ്ഞ് വാടച്ച് മിണ്ടായി മനുഷ്യൻ. അപ്പം മീൻസ് ഇങ്ങനെയൊക്കെ ചുമ്മാ. ആദ്യം നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, പുള്ളിക്കാരി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പല കാര്യങ്ങളും. കാരണം എനിക്ക് ഈ ഇഞ്ചക്ഷന്റെ പേടി എല്ലാവരും കണ്ടുള്ളതാണ്. എന്റെ പുള്ളിക്കാരുടെ ഫുൾ കൈ അകത്ത് പോയി ബേബിയുടെ തല ടച്ച് ചെയ്തപ്പോഴും ഞാനത് അലൗ ചെയ്തുകൊണ്ടാണ് അലറി വിളിച്ചുകൊണ്ടിരുന്നത്. പുള്ളിക്കാരി പറഞ്ഞു പെയിൻ ടോളറൻസ് ഉണ്ട് തനിക്ക് എന്നെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയത് പുള്ളിക്കാരി ആദ്യം ലൂമിയ ഡോക്ടർ. അപ്പോഴാണ് എപ്പിഡ്യൂറിലൊക്കെ ഇത്ര നീളമുള്ള ഇഞ്ചക്ഷൻ ബാക്കിൽ കുത്തിയത്. പക്ഷെ അത്രയും സൂചിയെ പേടിയുള്ള ആള് ഇത്രയധികം പെയിൻ സഹിക്കാന്ന് പറയുമ്പോൾ നമുക്ക് കൂടെ എനിക്ക് ഇപ്പോഴും വിശ്വാസമില്ല. ഇപ്പോഴും ആൾക്കാർ സെക്കൻഡ് ബേബി എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ ഒന്നും തീരട്ടെ ഇവൻ ഒറ്റപ്പെട്ടോലും ബോറടിച്ചോലും ഇരിക്കുന്നെങ്കിൽ അപ്പൊ ചിന്തിക്കാം. എൻ്റെ ലൈഫ് ഞാൻ ആക്ച്വലി നോക്കുമ്പോഴേക്ക് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഏറ്റവും കുറച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്തത് എൻ്റെ അച്ഛനെ കുറിച്ചാണ്. ഇന്നേ വരെ ഞാൻ ഇത് ഇറക്കിയിട്ടേ ഇല്ല. ബിക്കോസ് എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു. എല്ലാവർക്കും മീനമ്മ അങ്ങനത്തെ ഒരു അമ്മയെ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ദാറ്റ് ഗായ് ഈസ് അണ്ടർ റേറ്റഡ് ഹീറോ എൻ്റെ ലൈഫിൽ. ഞാൻ ഒരു കാര്യം, അത് ഞാൻ എങ്ങോട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു സ്ഥലത്ത് പോലും ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ച് ആക്ച്വലി ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. ബിക്കോസ് എൻ്റെ ചൈൽഡ്ഹുഡ് പുള്ളി നമ്മുടെ കയ്യിൽ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യിൽ ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സാധനങ്ങളും മറ്റേ കാര്യങ്ങൾ, ലക്ഷറീസ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. മിനിമൽ സാധനമായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛൻ എന്നെ രാജാവിനെ പോലെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ഇപ്പോൾ പോയാൽ പോലും എന്നെ രാജാവ് മീൻസ് ഒരു കിങ് ഫീൽ ഉണ്ടല്ലോ. അമ്മ അടിപൊളിയാണ്, ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ അമ്മേനെ കുറിച്ച് ഞാൻ പറയണം കേട്ടി നാട്ടുകാർ മൊത്തം പറഞ്ഞു. പക്ഷെ എനിക്ക് എൻ്റെ അച്ഛനെ കുറിച്ച് ഞാൻ എന്തായാലും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ എന്നെ അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് ട്രീറ്റ് ചെയ്യണത്. ബിക്കോസ് പറയത്തില്ല, ഒരു കിങ് ഫീൽ എന്ന് പറയത്തില്ല. മീൻസ് ഒരു ഇതാകുമ്പോഴേക്കും അച്ഛൻ എപ്പോഴും മോളിനോട് ഭയങ്കര സ്നേഹം അങ്ങനെയൊക്കെ പറയും. പക്ഷെ എൻ്റെ അച്ഛനെ ചേട്ടനായാൽ പോലും എന്നെ ആയാൽ പോലും അടിപൊളിയാണ് പുള്ളി. എന്നെ കൊണ്ട് ഒരു ജോലി ചെയ്യിപ്പിക്കത്തില്ല. അറിയാമോ, ഒരു ജോലി ചെയ്യിപ്പിക്കത്തില്ല, ഒന്നും ചെയ്യിപ്പിക്കത്തില്ല എന്നെ കൊണ്ട്. ലൈക്ക് എന്താ പറയുക, അത് വേണ്ട. പിന്നെ 100 നാവ.
ഞാൻ നേരെ പഠിച്ചില്ലെങ്കിൽ പോലും അവൻ വലിയ ആളാവും, അവൻ ഭയങ്കര വലിയ ആളാവും. പുള്ളി ഭയങ്കര ലൈക്ക് എനിക്ക് പേഴ്സണലി എന്റെ കാര്യത്തിലൊന്നും ഇങ്ങനെ വെറുതെ ഇടപെടരുത്, എന്റെ അടുത്തൊന്നും വെറുതെ ചോദ്യം ചെയ്യരുത്, അങ്ങനെ നോസി ആയിട്ടുള്ള ആൾക്കാരെ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര താല്പര്യമില്ല. പുള്ളി എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് പുള്ളി ആവശ്യമില്ലാത്ത ഒന്നും എൻ്റെ അടുത്തൊന്നും ചോദിക്കത്തില്ല, പറയത്തില്ല. നമ്മൾ ഏതൊരു ഫംഗ്ഷനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി അവിടെ ഉള്ളത് പലപ്പോഴും നമ്മൾ അറിയാറില്ല. നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഓബൈത്താവൻ നമ്മൾ പല ഫംഗ്ഷൻസിനും പുള്ളി വന്നിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് പുള്ളി ആ ക്രൗഡിലൊന്നും കാണത്തില്ല. പുറത്ത് വല്ല ഫൗണ്ടന്റെ ഫോട്ടോയോ പൂവിന്റെ ഫോട്ടോയോ കായിന്റെ ഫോട്ടോയോ ഒക്കെ എടുത്തിങ്ങനെ പുള്ളി ആരും ട്രബിൾ ചെയ്യത്തില്ല. എന്തെങ്കിലും വല്ല കേക്ക് കട്ടിങ് ആയി കഴിക്കാൻ സമയം തന്നെ വിളിച്ചാൽ പുള്ളി അകത്ത് വരും, എല്ലാവരുടെയും കൂടെ മിണ്ടാതിരിക്കും, കഴിക്കും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും, ആവശ്യമുണ്ടെങ്കിൽ പറയും. നമ്മളായിട്ട് വല്ല കോമഡി പറയാൻ പോയി ചിരിച്ചു തരും. ബ്ലോഗ് ഒക്കെ എടുത്ത് ഹി ഡസന്റ് വാണ്ട് ടു കം. ലൈക്ക് ഫെയിം ഒന്നും അങ്ങനെ താല്പര്യം ഒന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട എന്ന് ഞാൻ പോകും. പക്ഷേ ഇപ്പൊ ഞാൻ അശ്വിന്റെ വീട്ടിൽ പോയാലും എൻ്റെ അടുത്ത് എപ്പോഴും വന്നിങ്ങനെ ചോദിക്കും, കോഫി എടുക്കട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ, ഇങ്ങനെ ചോദിച്ചോളൂ. ഹി ജസ്റ്റ് വാണ്ട്സ് ടു മേക്ക് പീപ്പിൾ ഹാപ്പി. പുള്ളിക്കായിട്ട് അങ്ങനെ ഒന്നും വലുതായിട്ട് വേണം എന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പുള്ളി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ക്യാരക്ടർ. അത് ബിസിനസ് ആയ പോലും ഞാൻ പറഞ്ഞു വെച്ചാൽ, ഞാൻ ഓസിയുടെ ഓഫീസിൽ ഞാൻ ഇടയ്ക്കൊക്കെ പോകാറുണ്ടല്ലോ. അപ്പോൾ ഇവരുടെ സ്റ്റാഫ് ഒരു 5-6 പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ പാക്കൊക്കെ ചെയ്യണം. ഇങ്ങനെ ഞാൻ എൻ്റെ അമ്മ കുറേ പേരിങ്ങനെ മീനമാസ് ബിസിനസ്സിൽ ഒരു സ്റ്റാഫ് പോലെ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇല്ല. മീനമാസ് അച്ഛനാണ് ഫുള്ള് പാക്ക് ചെയ്യണം, അവിടെ മെയിനാണ്. അപ്പോഴാണ് പിന്നെ ഇവിടെ എന്താ സാധനമായാലും മേടിച്ചായാലും. പക്ഷെ പേര് മീനമാസ് കിച്ചനാണ്, പുള്ളിക്ക് അത് ആഗ്രഹവും ഇല്ല. മനസ്സിലായി, അമ്മയാണ് പക്ഷെ നല്ല ഉണ്ടാക്കുന്നത്. പക്ഷെ ഈക്വലി ഞാൻ പറയത്തില്ലേ, ആ റെക്കഗ്നേഷൻ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല. ഒത്തിരി എഫേർട്ട് തന്നെ അച്ഛൻ ഇടുന്നുണ്ട്. ബിക്കോസ് ഇപ്പം അതിന് വേണ്ടിയുള്ള പാക്കിംഗ് മെറ്റീരിയൽസ് ആയാലും കുക്കിംഗ് ഇൻഗ്രീഡിയൻസ് ആയാലും എല്ലാം പുള്ളി വെയിലത്ത് സ്കൂട്ടറിൽ പോയി ഫുൾ മേടിച്ച് കൊണ്ടുവരും. പുള്ളിയാണ് അത് ആക്ച്വലി അതിന്റെ ബിഹൈൻഡ് അതിന്റെ ഒരു എന്താ പറയുക ഒരു ഫുൾ ബേസ് പുള്ളിയാണ് ചെയ്യുന്നത്. ലൈക്ക് ആന്റി അത് ഉണ്ടാക്കുന്നു, ആന്റിക്ക് അപ്പോസ് എന്റെ വീഡിയോക്കകത്ത് തന്നെ മാർക്കറ്റ് ചെയ്യാനും പറയാനൊക്കെ അറിയാം. പക്ഷെ അങ്കിള് അതൊന്നും ചെയ്യില്ല. അങ്കിളാണ് എൻ്റെ ഒരു ബേസ് ഫുൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ശരിക്കും ലൈക്ക് കൊറിയറിന് കൊണ്ട് കൊടുക്കുന്നതിലും എല്ലാം ദാറ്റ് ഹി ഡസ്. അല്ലെ, നമുക്ക് എവിടെയൊക്കെ സാധനം നമുക്ക് കുറച്ച് കിട്ടുന്നൊക്കെ പറഞ്ഞു കടയിൽ പോയാൽ അങ്ങനെ കിട്ടും. അങ്ങനെ ഞാൻ അന്തം വിട്ട് പോയി. എൻ്റെ അമ്മ നമ്മൾ വിചാരിച്ചു നമ്മൾ ഭയങ്കര വലിയ പഠിപ്പൊക്കെ ഉള്ളതാണല്ലോ. ഗ്രൗണ്ട് റിയാലിറ്റി ഉള്ള ആൾക്കാരല്ലേ എപ്പോഴും നല്ലത്. അതാണ് മറ്റേ അതിന്റെ ഒരു അച്ഛനായതിനു ശേഷം ഈ ഒരു തോട്ട് നമുക്കൊരു ഫീല് വരുമല്ലോ. എനിക്ക് ഞാൻ സത്യം പറയാനുണ്ടല്ലോ, ഞാൻ അച്ഛനെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണമേ ഇതായിരുന്നു. മീൻസ് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. മീൻസ് എന്താ പറയാ, ഇവനൊക്കെ രാത്രിയൊക്കെ ആക്ച്വലി ഇവൻ കിടന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുന്ന, എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഉറങ്ങിയ പിന്നെ എനിക്ക് പെട്ടെന്ന് മനപ്പുറം ഉറങ്ങുന്നല്ല, എണിക്കാൻ ഞാൻ അറിയാറില്ല. എണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ സംഭവം എന്താ പറയാ, ഞാൻ ക്യാമറയിൽ എനിക്ക് എന്താ നല്ലവനാവണമെന്ന് ഒരിക്കലില്ല. ഞാൻ എന്താ ഫീൽ എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഇത് എന്താ പറയാ, ഒരു ഇറിറ്റേഷൻ. അയ്യോ അതെങ്ങനെ ഇവ 2 മണിക്കൂർ ഇങ്ങനെ എണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ, ഉറക്കം എന്താ ഇവ ഇങ്ങനെ. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചു നോക്കിയത്, ഓക്കെ ഇങ്ങനെയൊക്കെയാണ് സംഭവം. പുള്ളിക്കാരി പക്ഷെ അങ്ങനെയല്ല. പുള്ളിക്കാരിക്ക് എപ്പം ഓമി എന്ന് പറഞ്ഞാ ഉണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഓമി എന്ന് പറഞ്ഞാൽ മാത്രല്ല ആ റൂമിൽ നിന്ന് ബെഡിൽ എണീച്ചാൽ പോലും ഞാൻ അറിയില്ല. ചെറിയ അനക്കത്തിൽ ഞാൻ ഒരു പുള്ളിക്കാരിക്ക് എന്നെ കാട്ടി ഉറക്കം ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് എനിക്ക് 10 മണി കഴിഞ്ഞാൽ വിശന്നാൽ ഞാൻ എണീക്കും. എനിക്ക് വിശക്കുമ്പോൾ ഞാൻ എന്തായാലും എണീച്ചേ വരത്തുള്ളൂ. അപ്പോൾ പുള്ളിക്കാരി ഞാൻ 2 മണിയായാലും ശരി 1:30 മണി വരെ ആയാലും ഓക്കെ, അയ്യോ വയ്യ പാവം, പാമ്പർ ഇപ്പം മാറ്റണോ, പാമ്പർ പെട്ടെന്ന് മാറ്റാം ചിലപ്പോൾ എന്തിനാ. അപ്പം ഞാൻ പറയും മാറ്റണോ, ഇപ്പം നമ്മൾ മാറ്റിയില്ലല്ലോ, എന്തായാലും വേണ്ട, നമുക്ക് റിസ്ക് എടുക്കണ്ട. അങ്ങനെയൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ എന്താണ്, ഞാൻ അപ്പോഴും ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ ഞാൻ എന്നെ തന്നെയാണോ ഇപ്പം പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. മീൻസ് എന്താണ്, അവനിപ്പം കുഴപ്പമില്ല ഇപ്പം മാറ്റിയേ ഉള്ളൂ. പക്ഷെ ആ പുള്ളിക്കാരി അങ്ങനെയല്ല. അപ്പം ഞാൻ ഇപ്പോഴും എന്താ പറയുക, ഞാൻ ഒരു നല്ല അച്ഛനാവാൻ വേണ്ടി ഇപ്പോഴും ഞാൻ എന്നെ തന്നെ ഇപ്പം എന്താ പറയുക ഇൻ പ്രോഗ്രസ് ആണ്. ഞാൻ ഇതുവരെ ഒരു നല്ല അച്ഛൻ ഇതുവരെ ഞാൻ ആയിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇനിയും എനിക്ക് വെച്ചാൽ ഇപ്പോഴും ഞാനിപ്പം ഈ പ്രഗ്നൻസി വ്ലോഗ് ആയപ്പോലും പുള്ളി വന്നു, എല്ലാ മീൻസ് എന്താ വന്നു. അപ്പം എല്ലാവരും പറയുന്നത് അയ്യോ കൊച്ചു ജനിക്കുമ്പോൾ എൻ്റെ അമ്മ എന്ത് വലിയ ഫീലാണെന്നൊക്കെ പറയത്തില്ലേ. പക്ഷെ എനിക്ക് ആ ഒരു പോയിന്റ് ഓഫ് ടൈമിലെ ഓസിക്ക് പെട്ടെന്ന് കഴിഞ്ഞിട്ട്, ബിക്കോസ് നമുക്ക് ഒരു കൊച്ചു വരുമ്പോൾ നമ്മൾ കൊച്ചിൻ്റെ അടുത്ത് പോകുന്ന പോലെയാണ് നമ്മളെല്ലാവരും. എനിക്കതല്ല, അയ്യോ ഇത് ഓസിയാണെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ പോലും ഭയങ്കര പേടിയാണ്. ഭയങ്കര ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര. അപ്പം ഓസി ഇങ്ങനെ ഒരുമാതിരി ഷിവറും മറ്റേ കാര്യങ്ങളും. അപ്പം ഓമി വന്ന് പോയാൽ ഓക്കെ, ആ ഒരു ഭാരം ആക്ച്വലി വന്ന് കുറഞ്ഞല്ലോ. മീൻസ് ഓക്കെ ഇനി ഓക്കെ ആണോ, നീ എല്ലാം ഓക്കെ ആണോ, മീൻസ് ബാക്ക് ടു നോർമൽ. എനിക്ക് മീൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അയ്യോ എനിക്ക് ചുമ്മാ ഉണ്ടല്ലോ നല്ല ഉറക്കം വന്നിരിക്കും. ഈ പ്രഗ്നൻസി ടൈമിൽ ഞാൻ പറയാം, നല്ല 2 മണിയാകുമ്പോൾ നല്ല ഉറക്കം വന്നിരിക്കട്ടെ.
അപ്പോഴേക്ക് പുള്ളിക്കാരി വന്ന് എടോ ഈ പ്രസവ സമയത്ത് എനിക്ക് എന്തെങ്കിലും പറ്റിയ ഇങ്ങനെയൊക്കെ പറയാം ഞാൻ പറഞ്ഞ് വാടച്ച് നിന്റെ മനുഷ്യൻ അപ്പൊ മീൻസ് ഇങ്ങനെയൊക്കെ ചോദിക്കും. എനിക്കത് 15 ചോദ്യം ചുമ്മാ ചോദിക്കാം ഒരു മനസ്സിലോ ബേബിയെ നല്ല പോലെ മീൻസ് മനസ്സിലായി. അപ്പൊ ഞാൻ എപ്പോഴും ഓക്കെ എല്ലാം ഓക്കെ അല്ലേ ശരി. സംഭവം എനിക്ക് മറ്റേ എപ്പിഡ്യൂറലിന്റെ എന്തെങ്കിലും എഫക്റ്റ് ആണോ അതൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് നേരം എനിക്ക് എൻ്റെ ഈ ലോവർ ബോഡി ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. ആൻഡ് ഞാൻ ഭയങ്കര എക്സ്ട്രീമായിട്ട് ഷിവർ ചെയ്യുമായിരുന്നു. ആൻഡ് ഇടയ്ക്ക് ബോധം വരും, ഇടയ്ക്ക് ഇങ്ങനെ മറ്റേ ബോധം നോക്കൗട്ട് ആവുന്ന പോലെ ഇങ്ങനെ ഫുൾ എനിക്ക് ഒരു സെൻസ് ഇല്ലാത്ത പോലെ ആവും. എന്നെ ഇങ്ങനെ തട്ടിയാണ് ആൾക്കാർ എണീപ്പിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ബോധം വരും. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ബോധം വരുമ്പോൾ ഞാൻ ഇങ്ങനെ അശ്വിൻ്റെ അടുത്ത് പറയുന്നതായിട്ട് എനിക്കെന്തോ പറ്റാൻ പോകുന്ന പോലെ തോന്നുന്നു, പേടിയാവുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇയാൾക്ക് അങ്ങ് പ്രഷറായി ഇപ്പൊ ഇയാൾ മറ്റേ ഒന്ന് വിട്ടാതിരിക്കാമോ എന്ന് പറഞ്ഞ സൈഡിൽ തിരങ്ങുക. അപ്പൊ ഇയാൾ നോക്കിയപ്പോൾ ബേബിനെ അഫ്കോഴ്സ് എല്ലാവരും ടേക്ക് കെയർ ചെയ്തോളെന്ന് അറിയാം. ബിക്കോസ് ദെയർ വാസ് ലോട്ട് ഓഫ് പീപ്പിൾ, എന്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. ബേബിയെ ടേക്ക് കെയർ എന്ന് മനസ്സിലായി. ഞാൻ അങ്ങനെ നിങ്ങൾ എന്നെ സ്റ്റിച്ചിട്ടോണ്ടിരുന്ന ബേബി ഇങ്ങനെ സൈഡിൽ തന്നെ ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ നോയിക്കൊണ്ടേ നിൽക്കുമായിരുന്നു. ലൈക്ക് ഞാൻ ഇങ്ങനെ എണീക്കുന്നുണ്ടോ അപ്പൊ ഇവ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടിക്കൊണ്ടൊക്കെ ഇരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് എണീച്ച് ചിരിച്ച് സംസാരിച്ചൊക്കെ ചെയ്തു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുത്തോളൂ എനിക്ക് എന്റെ ബോധം പോകുന്നു, എനിക്ക് ആരെയും കാണാം. എനിക്ക് അശ്വിൻ ഇങ്ങനെ എനിക്ക് 2-3 അശ്വിൻ സൈഡ് നിൽക്കുന്ന പോലെയൊക്കെ തോന്നി. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളെയൊക്കെ 2-3 പേരായിട്ട് കണ്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നോർമലായി. നമുക്ക് ആ പ്രഗ്നൻസി ടൈമിൽ ഇവരുടെ ലൈക് ഫാമിലി ഉണ്ടല്ലോ, പുള്ളിക്കാരിയുടെ അമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് അമ്മേനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ചമ്മൽ. അല്ല മീൻസ് പുള്ളിക്കാരി ആയാലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. 5 ഇപ്പം അവിടെ കിടക്കാൻ സ്ഥലമില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് മാത്രമേ കിടക്കാൻ ഒരു സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി അവിടെ നിന്ന് ഒരു 3 മണിയായാലും 3:30 മണിയായാലും എൻ്റെ ഫോണിൽ നിന്ന് ആക്ച്വലി ഇങ്ങനെ വിളിക്കുകയാണ്, ഓസിക്ക് ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, എന്ത് പറയണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുവാണ്. 6 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്ക് പുള്ളിക്കാരി ഇങ്ങനെ ചാടി ആക്ച്വലി വന്നിക്ക്. എന്നിട്ട് ഫുൾ ടൈം പ്രഗ്നൻസി ടൈമിലായ പോലും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ജേർണി ഉണ്ടല്ലോ ആഫ്റ്റർ പ്രഗ്നൻസി. പുള്ളിക്കാരി ഒരു 2-3 ദിവസം ആക്ച്വലി ഹോസ്പിറ്റലിൽ നമ്മൾ എല്ലാം ഒരുമിച്ചാണല്ലോ പോയത്. അടിപൊളിയായിട്ട് മീൻസ് കെയർ ചെയ്ത് അത് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ആലോചിച്ചാൽ ഓക്കെ എനിക്ക് ഇതിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യുന്നില്ല. പക്ഷെ പുള്ളിക്കാരി നല്ല കാമായിട്ട് ഓസിക്ക് ഭയങ്കര ഇതായിരുന്നു, താഴെ സ്റ്റിച്ചൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അനങ്ങാൻ വയ്യായിരുന്നു, ഇങ്ങനെ കിടക്കും. നല്ലപോലെ ഹാൻഡിൽ ചെയ്തു പുള്ളിക്കാരി. നല്ല രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ അവരുടെ ഫാമിലി തന്നെയാണ്. അല്ല ആദ്യം നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, പുള്ളിക്കാരി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പല കാര്യങ്ങളും. കാരണം എനിക്ക് ഈ ഇഞ്ചക്ഷന്റെ പേടി എല്ലാരും കണ്ടുള്ളതാണ്. പുള്ളിക്കാരി പറഞ്ഞത് എനിക്ക് വേദന അല്ല, ആക്ച്വലി ടോളറൻസ് ഉണ്ട്, പേടിയാണ് പ്രശ്നം എന്ന് പറഞ്ഞു. കാര്യം മറ്റേ ആ ഒരു PV ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് എത്രയോ പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലവര് ഒരു വിരൽ അവിടെ തൊടാൻ പോലും അനുവദിക്കത്തില്ല, ഭയങ്കരമായിട്ട് അഭ്യാസം കാണിക്കും. എന്റെ പുള്ളിക്കാരുടെ ഫുൾ കൈ അകത്ത് പോയി ബേബിയുടെ തല ടച്ച് ചെയ്തപ്പോഴും ഞാനത് അലൗ ചെയ്തുകൊണ്ടാണ് അലറി വിളിച്ചുകൊണ്ടിരുന്നത്. പുള്ളിക്കാരി പറഞ്ഞു പെയിൻ ടോളറൻസ് ഉണ്ട് തനിക്ക് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയത് പുള്ളിക്കാരി ആദ്യം ലൂമിയ ഡോക്ടർ. അങ്ങനെയാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ആൻഡ് അപ്പോഴാണ് എപ്പിഡ്യൂറിലൊക്കെ ഇത്ര നീളമുള്ള ഇഞ്ചക്ഷൻ ബാക്കിൽ കുത്തിയത്. അപ്പൊ അത് എനിക്ക് കാണാൻ പറ്റൂല. എനിക്കൊരു പില്ലോ തന്നിട്ട് എൻ്റെ അടുത്ത് ആ ഡോക്ടർ പറഞ്ഞൊരു സംഭവം, ഒരു 10-15 മിനിറ്റിന്റെ പ്രൊസീജിയറാണ്, അനങ്ങരുത്, ബിക്കോസ് നട്ടലില് പല ബ്രെയിൻ നെർവ്സ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര പേടിച്ചു പോയി. അങ്ങനെ ഞാൻ പില്ലോയും വെച്ച് ഇങ്ങനെ ഇരുന്നു അനങ്ങാതെ. നല്ല വേദന ഉണ്ടായിരുന്നു ബാക്കിൽ. പക്ഷെ ഞാൻ എന്നോട് തന്നെ ആ ഡോക്ടർ പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു, പെയിൻ ടോളറൻസ് ഉണ്ട്, പേടി മാത്രം. അങ്ങനെ ഇരുന്നാണ് സത്യം പറഞ്ഞ ഡെലിവറി ഫുൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ഐ ജസ്റ്റ് കെപ്റ്റ് ഓൺ ടെല്ലിങ് മൈസെൽഫ് പെയിൻ ടോളറൻസ് ഉണ്ട്, മറ്റുള്ളവരെക്കാൾ എനിക്കുണ്ട് എന്ന് ഞാൻ ഏതോ വലിയ ആളെ പോലെ എന്നോട് പറഞ്ഞാണ് അവിടെ ഇരുന്നത്. പക്ഷെ അത്രയും സൂചിയെ പേടിയുള്ള ആള് ഇത്രയധികം പെയിൻ സഹിക്കാന്ന് പറയുമ്പോൾ നമുക്ക് കൂടെ എനിക്ക് ഇപ്പോഴും വിശ്വാസമില്ല. ഇപ്പോഴും ആൾക്കാർ സെക്കൻഡ് ബേബി എന്നൊക്കെ പറഞ്ഞാൽ എന്നാണ് ഞാൻ പറയുന്നത്. 2 വർഷത്തേക്ക് എന്തായാലും ഇല്ല. ഇവൻ ഒറ്റപ്പെട്ടോലും ബോറടിച്ചോലും ഇരിക്കുന്നെങ്കിൽ അപ്പൊ ചിന്തിക്കാം. നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ എനിക്കറിയാം നിങ്ങൾക്ക് 2 പേർക്ക് ഗെയിം ഒത്തിരി ഇഷ്ടമാണെന്ന്. എനിക്ക് ഇന്റർവ്യൂല് കാണാൻ എനിക്ക് ചോദ്യം ചെയ്ത് പാചകം അടിച്ചിരിക്കുന്നേക്കാൾ എനിക്കതൊരു എന്റർടൈൻമെന്റ് അതിന്റെ ഗെയിം കളിച്ചാൽ ജയിക്കുന്നെങ്കിൽ കുറെ കൂടി. ഓക്കെ, നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന കാര്യം തന്നെ എനിക്കറിയാം. നിങ്ങൾക്ക് പരസ്പരം നന്നായിട്ട് അറിയാന്ന്. എങ്കിലും ഞാൻ ഒരാളെ കുറിച്ച് ചോദിക്കും, പക്ഷെ വൈറ്റ് ബോർഡ് ഉണ്ട്, മാർക്കർ ഉണ്ട്, നിങ്ങൾ കറക്റ്റ് ആൻസർ ഒരേ സമയത്ത് എഴുതാം. കുറെ കാലം എന്നെ പറ്റി നോട്ട് ചെയ്ത് വെക്കുന്ന ഇവനാണ്. ഇവന്റെ പലതും ഞാൻ ചിലപ്പോൾ തെറ്റിക്കാറുണ്ട്, തോന്നരുത്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവ ഭയങ്കര ഒബ്സർവ് ചെയ്യും. ഞാൻ അലക്ക് മാത്രമേ ഉള്ളൂ, ഒബ്സർവ് അധികം ചെയ്യാറില്ല. അതായത് ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. ആരെങ്കിലും നമുക്ക് നോക്കാം. ഇൻ കേസ് തെറ്റുത്തരാണ് പറയണമെങ്കിൽ ചെറുതായിട്ട് ആ ബൗളിൽ എന്താണെന്ന് നോക്കാം, ചൂസ് ചെയ്യാം. ചൂസ് ചെയ്ത സാധനം ഒന്ന് കഴിക്കണം.
അയ്യോ സിമ്പിൾ പരിപാടിയാണ്. നോക്കാൻ പാടില്ല. അങ്ങോട്ട് എക്സാമിന് നമ്മള് എനിക്ക് നല്ല ശീലമുണ്ട്, കണ്ണങ്ങോട്ട് പോകും. പക്ഷെ ഓക്കെ. ദിയനെ ഫസ്റ്റ് കാണുന്ന സമയത്ത് ദിയ ഇട്ട ഡ്രസ് വിത്ത് കളർ അറിയാം, നന്നായിട്ട് എഴുതുന്നുണ്ടല്ലോ. എനിക്കറിയാം. പഠിപ്പിയുടെ മുഖത്ത് കൊറേ എക്സ്പ്രഷൻ പോന്നു, മായിച്ചു. അതല്ലേ ഞാൻ പെട്ടെന്ന് കശിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം അല്ലേ? പക്ഷെ എന്തായിരുന്നു? യെല്ലോ സാരി. യെല്ലോ സാരി അല്ല അത് ഞാൻ ഫസ്റ്റ് ടൈം മായിച്ചെന്ന് പറഞ്ഞാ ബിക്കോസ് ഈ യെല്ലോ സാരി ദിവസം കണ്ട ആ പെൺകുട്ടിക്ക് എന്നെ ആരാണെന്ന് അറിയത്തില്ല. ഞാൻ എക്സിസ്റ്റ് എന്നെ അപ്പം എന്നെ മൈൻഡ് ചെയ്യുന്ന ഒരു ദിവസത്തിന്റെ ഒരു ഡ്രസ്സാണ് ഞാൻ ആദ്യം എഴുതിയത്. അത് പക്ഷെ അന്ന് അതെനിക്ക് ഓർമ്മയില്ല. ഈ ദിവസം ഇവൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത്. ഞാൻ അന്നേ പ്ലാൻ ഇട്ടതാണെന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല. ഇവ അന്ന് എന്നെ കണ്ടെന്നേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെ ഒരാളെ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് പോലും അറിയില്ല. ഇവ എന്റെ മുമ്പിൽ എവിടെ വന്ന് നിന്നിട്ടുണ്ടോ, പക്ഷെ ഇവനെ കണ്ടിട്ടില്ല. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അഖിൽ, പുള്ളിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഇവൻ. അപ്പൊ അഖിലിനെ കാണാനായിട്ട് അഖിലും ഇവര് ഒരുമിച്ച് നിൽക്കുക. വേറെ ഞാൻ അഖിലിനെയും കെട്ടിപ്പിടിച്ച് അവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. പക്ഷെ ഇവനെ ഞാൻ കണ്ട പോലും ഇല്ല ഇവിടെ. അഖിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല അന്ന് ഇവനെ. എനിക്ക് ഇവനെ അറിയില്ല. പക്ഷെ ഇവൻ എന്റെ പേരോ ഡീറ്റെയിൽസോ അറിയാവോ എന്ന് എനിക്കറിയുള്ളൂ. ഡിഡ് യു നോ മീ ദെൻ? എന്റെ പേരോ എന്തെങ്കിലും എനിക്ക് അത് എങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. നടന്റെ മോള് അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ അറിയാം. എന്നെ ഇവന് പേഴ്സണലി ഏതൊക്കെ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അശ്വിനെ കുറിച്ച് ചോദിക്കാം. അശ്വിന്റെ ലവ് ലാംഗ്വേജ് എന്താണ്? ശരി, എന്താണ് പറയുന്നത്? ഞാൻ കിസ്സിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. പുള്ളി ഇതുപോലെ കയ്യിലായാലും കാലിലായാലും എന്ത് കിട്ടിയാലും തുമ്മ വെച്ചോണ്ടിങ്ങനെ ഇരിക്കും. അതെനിക്ക് ലവ് ലാംഗ്വേജ് ആയിട്ട് തോന്നിട്ടുണ്ട്. പണ്ടേ അങ്ങനെയാ, ഇപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ലൈക്ക് കിസ്സിംഗ് ആസിനിപ്പോ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ആക്കുന്നത് എല്ലാത്തിനും ഒരു കിസ് ഇൻവോൾവ് ആണ്. ഇങ്ങനെ ദാറ്റ് ഇസ് ഇൻവോൾവ്. പിന്നെ ഗിഫ്റ്റ് ഓഫ് കോഴ്സ് ഉള്ള പോലെ ഞാൻ അത് ഉണ്ട്. ഞാൻ എഴുതിയത് ഫ്ലവേഴ്സ്. അത് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് തന്നെ. ഇയാളുടെ ലവ് ലാംഗ്വേജ് അതായിരുന്നു എനിക്ക് തോന്നുന്നില്ല. കൊടുക്കുന്നത് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട്. എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട്. അല്ലാതെ അവന് ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു സാധനം കിസ്സിംഗ് ഉള്ളി ആണ്. പക്ഷെ ഞാൻ എഴുതിയത് ഫ്ലവർ ആണ്. ഫ്ലവർ എഴുതാത്തത് കൊണ്ട് ഒന്ന് ചൂസ് ചെയ്തോളാം. ഞാൻ തന്നെ ഇഷ്ടമുള്ള ചൂസ് ചെയ്തോ. ഇത് ഓക്കെ, ഓപ്പൺ ചെയ്ത് എന്താണത്? എന്ത് പണ്ടാരമാണെന്ന്. പായസം വല്ലതും ഞാൻ തിന്നൂല കേട്ടാ. പായസല്ല, അതുകൊണ്ട് പേടിക്കണ്ട. എന്റെ ഫാമിലിയിലുള്ള സാധനം തന്നെ കറക്റ്റ് ആയിട്ട് എനിക്ക് തന്നു. സന്തോഷമായി. എന്റെ കുടുംബം മുഴുവൻ ഫേമസ് ആയത് ഈ റംബൂട്ടാൻ. കൊറോണ സീസണിൽ കൊറോണ പോലെ ഇരിക്കുന്ന ഫ്രൂട്ടാണ്. ഓക്കെ, ഇത് കഴിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ട്. നിങ്ങൾ തിന്നണമെന്ന് വരെ പഠിപ്പിച്ചേ. ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ ഇവൻ ചെയ്യുന്ന കൈ വെച്ച് ഇതിനെ പിടിച്ചിങ്ങനെ ഇളക്കാൻ നടക്കണ കാര്യം അല്ല. ജസ്റ്റ് ചെറിയൊരു ബൈറ്റ് കൊടുത്താ ഇങ്ങനെ പിന്നെ നമുക്ക് കൈ വെച്ച് സുഖമായിട്ട് പീൽ ചെയ്തെടുക്കാം. മനസ്സിലായില്ലേ? ആൻഡ് ഇതിന്റെ പല വെറൈറ്റികളുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. ചിലന്ന് പറയുമ്പോൾ മഞ്ഞയാണ്, അത് വേറെയാണ്. അച്ഛൻ പറഞ്ഞുതരാം, അച്ഛൻ്റെ ബ്ലോഗിലുണ്ട്. ചിലർ നമുക്ക് വായിലിട്ട ജ്യൂസ് മാത്രമായിട്ട് വരും. ആ സീഡ് ജസ്റ്റ് അവസാനം വരെ നമ്മുടെ വായിലിട്ട് മുട്ടായി പോലെ കഴിച്ചുകൊണ്ടിരിക്കാം. ചിലർ നമുക്ക് കടിച്ചെടുക്കുമ്പോൾ ആ അകത്ത് സീഡിന്റെ പീല് വരെ ഇളകി വരുന്ന ഒരു വെറൈറ്റി ഉണ്ട്. ഇതേതാന്ന് ഞാൻ പറയാം. ഓക്കെ, സീഡിന്റെ തൊലി വരെ ഇളകുന്ന വെറൈറ്റിയാണിത്. അറിഞ്ഞിരുന്നില്ല എനിക്ക് ഇത്രയും വിശേഷണങ്ങളുണ്ട്. ഇതായിരുന്നു തിന്നാൻ പറഞ്ഞ 4 മണി തിന്നായിരുന്നു. ഇത് പീസ് ചെയ്യുന്നത് കുഴപ്പമില്ല. നമുക്ക് ആർക്കും അറിയാത്ത ദിയയുടെ ഒരു ഹിഡൻ ടാലന്റ്. അയ്യോ, എല്ലാവർക്കും എന്റെ ടാലന്റ് അറിയാത്ത എന്തോ അറിയാം. അയ്യോ, എനിക്ക് സത്യമായിട്ട് അറിഞ്ഞൂടാ. എനിക്ക് എന്തെങ്കിലും ടാലന്റ് ഉണ്ട്. എനിക്ക് അറിഞ്ഞൂടായിരിക്കും ചിലപ്പോ. അതാണോന്ന് ഞാൻ പറയാം. ആർക്കും അറിയത്തില്ല. അതെ ആർക്കും അറിയില്ല. അറിയാം. ആൾക്കറിയില്ലേ? അല്ല, ഞാൻ ചില ഞാൻ പറയട്ടെ, നന്നായി പടം വരയ്ക്കും. ഓക്കെ ഫൈൻ, അത് കുറെ പേർക്ക് അറിയാം കേട്ടോ. സ്കൂളിൽ പഠിക്കുന്നവർക്ക് അറിയാം. അല്ല, ഞാൻ വരയ്ക്കും, നല്ലപോലെ വരയ്ക്കും. അശ്വിന്റെ ഒരു ബിഗ്ഗസ്റ്റ് ഫിയർ. ഈസി ആയി പോയോ? ഭയങ്കര ഈസി ആയി പോയി. ഓക്കെ, എന്താ? പാമ്പ്, സ്നേക്സ്. പേടിയാണോ? അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അച്ഛൻ അടിക്കാൻ പോകും, ഞാൻ പിന്നാലെ വീഡിയോ എടുക്കാൻ വേണ്ടി. എനിക്ക് ഭയങ്കര പാമ്പിനെ കാറിലൊക്കെ ഇരുന്ന് അത് കടിച്ചാൽ മരിക്കും എന്നുള്ളൊരു ഫിയർ അല്ലാതെ പാമ്പിനെ കാണുന്നതും പാമ്പ് റാബിറ്റ്സിനെ ഒക്കെ കൊല്ലുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇരുന്ന് കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പലതരം പാമ്പ്. ഞാൻ സൂവിൽ പോകുന്നത് റെപ്റ്റൈൽസിന്റെ അകത്ത് കയറാനാ. ഇനി ദിയനെ കുറിച്ചാണ്.
ദിയ അമ്മയാകുന്നതിന് മുൻപും അതിനുശേഷം നോക്കുകയാണെങ്കിൽ വന്നൊരു ചേഞ്ച്. എനിക്ക് മെയിനായിട്ട് തൊട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ, അത് ഞാൻ എഴുതിയിട്ടുണ്ട്. ക്ലൂ കൊടുക്കരുത്. ഞാൻ പേഷ്യൻസ് എന്നാണ് എഴുതിയത്. പേഷ്യൻസ്, എന്റെ സ്ലീപ്പിംഗ് ഷെഡ്യൂൾസ് എന്നാണ് ഞാൻ എഴുതിയത്. അപ്പൊ തെറ്റുത്തരം. ഓ അതാണ് തെറ്റുത്തരമാണ്. അത് ആദ്യമേ പറഞ്ഞ പോലെ അത്ര നല്ല പോലെ ഉറങ്ങുന്ന ആളായിരുന്നു ഞാൻ. ഭയങ്കരമായിട്ട് ഉറങ്ങും. എനിക്ക് ഉറക്കം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അതന്നെ അതായത് പേഷ്യൻസ് കുറച്ച് അതായത് ഉറങ്ങാതെ പേഷ്യന്റ് ആയിട്ട് ഇവ എന്നെ അങ്ങനെ പേഷ്യന്റ് ആയിട്ട് കാണുന്നത്, അല്ലെങ്കിൽ എനിക്കിപ്പോ എന്നെ ഉറക്കത്തിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ഭയങ്കര ദേഷ്യം കാണിക്കും. ഇവന് വേണ്ടിയിട്ട് ഞാൻ ഉറക്കത്തിന്റെ ഇടയിൽ 10 പ്രാവശ്യം എണീച്ചാലും ഇവനെ കൊഞ്ചിച്ച് ചിരിപ്പിച്ച് ഞാൻ സോംബിയെ പോലെ ഇരുന്നായിരിക്കും ഇവനെ കൊഞ്ചിക്കുന്നത്. അപ്പൊ ഒരു ചൂസ് ചെയ്തോ? ഇതുപോലെ നല്ല ഐറ്റം കിട്ടുന്ന പ്രതീക്ഷയിലാണ് ഞാൻ. തന്റെ ഒരു ഭാഗ്യം വെച്ച് എനിക്ക് തോന്നുന്നില്ല. മുളകായിരിക്കും കൈയിട്ട് കുത്തി പൊട്ടിക്കും. പുളി അത് കിട്ടിയാൽ മതി, ഞാൻ അതും തിന്നും. അതും ഇഷ്ടമാ. എനിക്ക് പുളി അത്ര ഇവന് താല്പര്യമില്ല. പിന്നെ ഞാൻ തിന്നോളാം, ഇന്റർവ്യൂ കഴിഞ്ഞാൽ തിന്നോളാം. എനിക്ക് ഭയങ്കര ഇഷ്ടം പുളി. ഞാൻ പുളി വെള്ളത്തിൽ മുളക് കൂടിയിട്ട് കലക്കൊക്കെ കുടിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം. സൂപ്പർ. ഓക്കെ, ഇനി അടുത്ത അശ്വിനെ കുറിച്ചാണ്. അശ്വിൻ ലൈഫ് ലോങ് ഫുഡിന്റെ കാര്യം പറയുമ്പോൾ കറക്റ്റ് തന്നെ. ലൈഫ് ലോങ് ഒരൊറ്റ ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ കഴിക്കുന്ന ഒരു ഡിഷ്, ഒരു ഫുഡ് ഐറ്റം. ഞാൻ എഴുതട്ടെ? അറിയാട്ടോ, ആള് വേഗം സ്പീൽ ചെയ്യുന്നുണ്ട്. അല്ല, ഇതാണെന്ന് തോന്നുന്നേ. എന്താണ് ഇത്? ചോറും രസവും പൊട്ടറ്റോ ഫ്രൈ, പിന്നെ അവന്റെ അമ്മയുടെ അച്ചാറ്, അതൊക്കെ തന്നെ. ഞാൻ എഴുതിയത് വെജ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ. എനിക്കിപ്പോ അതാ ഇഷ്ടം. അതാണ്. പക്ഷെ താരെ ഞാൻ പറയട്ടെ, ഇവ എവിടെ പോയി ഞാൻ കഴിച്ചോളാം. ഞാൻ പറയട്ടെ, ഇവ എവിടെ പോയി, ഏത് നാട്ടിൽ പോയി എന്ത് കഴിച്ചില്ല. ഇപ്പൊ എന്റെ വീട്ടിൽ പോയി ഇവ ഒരു 5 ദിവസം അടുപ്പിച്ച് അവിടുത്തെ ഫുഡ് കഴിച്ചാൽ ഇവൻ പറയും, എനിക്ക് എന്റെ വീട്ടിൽ പോകണം, എനിക്ക് എന്റെ ചോറും രസവും ഒക്കെ എന്റെ അമ്മ ഉണ്ടാക്കുന്ന കഴിച്ചില്ലെങ്കിൽ ശരിയാവും. അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ഒരു ഇതുണ്ട്. എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ നമ്മൾ എപ്പോഴും ഈ 5 ദിവസം നമ്മൾ പുറത്തു പോയി കഴിക്കുമ്പോൾ കഴിച്ചിട്ട് പിന്നെ ഹോംലി ഫുഡിനോട് നമുക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. ബിക്കോസ് നമ്മൾ എപ്പോഴും ഒരു സാധനം കഴിക്കാൻ നേരത്ത് നമുക്ക് അത് ഒരിക്കലും പിടിക്കത്തില്ലല്ലോ. നമുക്ക് അത് എനിക്ക് 5 ദിവസം ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും തന്നിട്ട് 6ാം ദിവസം എനിക്കിത് വേണമെന്ന് ചോദിച്ചാൽ വേണ്ട. അപ്പൊ എനിക്ക് രസവും അത് തന്നാ ഓക്കെ. അപ്പൊ ഇഷ്ടമുള്ള ചൂസ് ചെയ്തോ? അങ്ങ് അറ്റത്തത് എടുത്തത് മുളകൊന്നും ആവാതിരുന്നാ മതിയായിരുന്നു. ഇത് നാരങ്ങയാണ്. നാരങ്ങ അതെനിക്ക് ഇഷ്ടമല്ല. എങ്കിലും എക്സ്പ്രഷനിലത് കഴിയാൻ പറ്റുമോ? ഇതിങ്ങനെ ഒന്ന് പോലെ അങ്ങനെ കഴിക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എന്താ ചെയ്യണ്ടേ? ജസ്റ്റ് വായിലിട്ടൊരു കഴിക്കണം. കടിച്ചോ. എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, കുഴപ്പമില്ല, പായസത്തിന്റെ അത്രയും കുഴപ്പമില്ല. പായസം അയ്യോ, ഞാൻ ജനിച്ചിരുന്നവരെ കഴിച്ചിട്ടില്ല. ഞാനും ഉഷാനി ഹൻസിക്കും ടേസ്റ്റ് പോലും ചെയ്തിട്ടില്ല. പായസത്തോടെ ഞാൻ സത്യം പറഞ്ഞാൽ കഴിക്കൂല, എനിക്ക് ഒട്ടും പറ്റൂല. എനിക്ക് തിരുവനന്തപുരം നമ്മുടെ പായസവും ബോളിയും സദ്യ അങ്ങനെയാണ്. എനിക്ക് ചോറും മീൻകറിയും കരിവാട് പഴങ്കഞ്ഞി അതിന്റെ ആളാണ് ഞാൻ. പക്ഷെ പായസം പറ്റത്തില്ല. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ ചോദിക്കാൻ പോകുന്നത് ദിയയെ കുറിച്ചാണ്. ദിയ ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ ചേഞ്ച് ആവാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. മത്സരിച്ചാണല്ലോ എഴുതുന്നത്. അല്ല, എനിക്ക് എന്നെ പറ്റിയ നല്ലൊരു കാര്യം എല്ലാരും പറഞ്ഞതുണ്ട്, അത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു മനപ്പുറത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവ എന്ത് പണ്ടാരോട് എഴുതുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അശ്വിൻ സ്ട്രൈറ്റ് ഫോർവേഡ്നെസ്, അതായത് ഓപ്പൺ ആയിട്ട് എല്ലാം പറയണം. അതാ ശരിയാട്ടോ, അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ എഴുതിയത് വേ ഹാൻഡിൽ നെഗറ്റിവിറ്റിയാണ്. അത് ആക്ച്വലി സ്ട്രേറ്റ് ഫോർവേഡ്നെസ്സിനകത്ത് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഞാൻ എല്ലാം അങ്ങനെ ഓപ്പൺ ആയിട്ടൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ അങ്ങനെ കൊണ്ടുപോകും. കാരണം എനിക്ക് ഒരു സാധനം പോലും ഇവൻ പറഞ്ഞത് ശരിയാ, സ്ട്രേറ്റ് ഫോർവേഡ്നെസ് ആണ് കേട്ടോ. എന്റെ ആൻസർ ആണ് ആക്ച്വലി ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. കാരണം ഇവന്റെ അമ്മയായാലും ഇവന്റെ ഫാമിലിയിലുള്ളവരായാലും എന്നെ പറ്റി പറഞ്ഞിട്ടുള്ള ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡാണ്. ബിക്കോസ് എനിക്ക് ഇപ്പൊ എന്തെങ്കിലും ഇഷ്ടമല്ല, ഇപ്പൊ അവന്റെ ഫാമിലി സൈഡിൽ നിന്ന് അവരെന്തെങ്കിലും പറയുന്നു, എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അപ്പം പറയും എനിക്ക് ഇഷ്ടമല്ല, സത്യം ആന്റി എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഇപ്പൊ കാരണം എത്രയോ പേരുണ്ടാവും ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഫിയാൻസയുടെ പാരന്റ്സിനെ ഒന്ന് ചാക്കിലാക്കാൻ വേണ്ടി അവരെ ഒന്ന് സൂചിപ്പിക്കാം എന്നുള്ളത്. പക്ഷേ എനിക്ക് അങ്ങനെ പറ്റത്തില്ല. ഞാൻ എല്ലാവരോടും സ്വീറ്റ് ആൻഡ് ഫണ്ണി ആൻഡ് വെരി നല്ല ഇതായിട്ട് ഫ്രണ്ട്ലിയാണ്. പക്ഷെ അതാരാണെങ്കിലും എൻ്റെ അച്ഛൻ ഒഴിച്ച്, എൻ്റെ അച്ഛൻ എനിക്ക് പേടിയാ, ബാക്കി ആര് എന്തൊക്കെ പറഞ്ഞാലും ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മുഖത്ത് നോക്കി പറയും, അയ്യോ എനിക്ക് പറ്റില്ല. ദിയക്കൊരു വലിയ എമൗണ്ട് ലോട്ടറി അടിക്കാണ്. അപ്പൊ ആ എമൗണ്ട് കൊണ്ട് ദിയ ആദ്യം ചെയ്യാൻ പോകുന്നൊരു കാര്യം. ഞാൻ എനിക്ക് തോന്നിയ ദിവസമൊക്കെ എഴുതി, അതായിരിക്കും ഞാൻ ചെയ്യുന്നത്. എന്തായിരിക്കും? മേ ബി ബിസിനസിന് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കൂട്ടും.
ഞാൻ അത്രയും സീരിയസ് ആയിട്ട് ചിന്തിച്ചില്ല. ചിന്തിച്ചില്ല. ഞാൻ ഷോപ്പിങ്ങും ട്രിപ്പിങ്ങും ആണ് എഴുതിയത്. ഷോപ്പിങ്ങിന് ഭയങ്കര സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലേ? ഞാൻ ചുമ്മാ ഇപ്പൊ സ്റ്റുഡിയോയിലൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ചില സമയത്ത് ഞാൻ ഭയങ്കര ഓവർഡൂ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്റെ കൂടെ ക്യൂയിൽ നിൽക്കുന്നവരെയൊക്കെ ഞാൻ നോക്കുമ്പോഴത്തേക്കും they'll be taking ഒരു 2 ഡ്രസ്സോ 3 ഡ്രസ്സോ വെച്ചുകൊണ്ട് നിൽക്കും. ഞാൻ അവിടെ 3 ബാഗൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കും. അവിടെ ബില്ലടിക്കാൻ നിൽക്കുന്നവരെ ഞാൻ വെറുപ്പിക്കും. എനിക്കൊന്ന് സ്റ്റുഡിയോക്കാർ ആക്ച്വലി എനിക്ക് എന്റെ ബ്രാൻഡ് അംബാസഡർ തന്നെ ആക്കണം. കാരണം ഈ ടൈം ഞാൻ ഇന്ന് ബില്ലടിക്കുമ്പോൾ മിനിമം ഒരു 20,000 രൂപയെങ്കിലും ബില്ല് വരാറുണ്ട് ശരിക്കും. ബെസ്റ്റ് സൈഡ് ഇപ്പൊ 20,000 നിൽക്കൂല, 35 കയറി അവിടെ കുറച്ച് എക്സ്പെൻസീവ് അല്ല പോലെ അല്ലല്ലോ. ഓക്കെ, ചൂസ് ചെയ്തോ? പേടിയാവുന്നതൊക്കെ നിനക്ക് ഇഷ്ടമുള്ള അയ്യോ ഞാൻ വീണ്ടും കഴിക്കും, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. കഴിച്ചോ നല്ലതാ, ഹെൽത്തിന് നല്ലതാ. കയ്പ്. ഓക്കെ, ഇതെനിക്ക് കുഴപ്പമില്ല. എനിക്കപ്പോ അതിന് വന്നതൊന്നും വലിയ പ്രശ്നമില്ല. എല്ലാം ഇഷ്ടമുള്ള കാര്യം എന്തായാലും ഭയങ്കര ലോട്ടറി ആയിരുന്നു അത്. ഇനി നമുക്ക് എന്നെ കുറിച്ച് യെസ്, അശ്വിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി എങ്കിൽ എന്ത് ചെയ്താ അശ്വിൻ കൺവിൻസ് ആവും? അയ്യോ അതിവിടെ പറയാൻ എഴുതിയാ മതി. അതിവിടെ പറഞ്ഞാൽ ശരിയാവും തോന്നുന്നില്ല. ഇത് കുട്ടികളും കൂടെ കാണുന്ന പരിപാടിയാണ്. അവിടെ എനിക്ക് വരുന്ന ഡീസൻസി ഞാൻ പറയണല്ലേ, മേക്ക് ലവ്. ഞാൻ സെൻസർ ചെയ്താണ് എഴുതിയിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഇത്. അഡൽട്ട് സൂപ്പർവിഷനോട് വേണം ഈ ഇന്റർവ്യൂ കാണാൻ. വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് അല്ല ഇവന് എന്തെങ്കിലും പെട്ടെന്ന് സോപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവൻ ആ ലാപ്ടോപ്പിന്റെ മുമ്പിൽ നിന്ന് ഇവ അനങ്ങണമെങ്കിൽ രജനീകാന്ത് എങ്ങാനും വന്ന് മോനെന്ന് വിളിക്കണം, അല്ലാതെ ഇവ അനങ്ങില്ല അതിന്റെ മുമ്പിൽ നിന്ന്. ഇനി അഥവാ അനങ്ങണമെങ്കിൽ ഇതുണ്ടെങ്കിൽ മാത്രമേ നടക്കൂ, ഇല്ലെങ്കിൽ ഇവ അനങ്ങൂല കേട്ടോ. അവിടെ അവൻ ജോലി വിട്ട് വരണമെങ്കിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തിനാണെങ്കിൽ അവൻ ജോലി വിട്ട് വരത്തുള്ളൂ. നമ്മൾ എപ്പോഴും കാണുമ്പോ ഇപ്പോഴും ലാപ്ടോപ്പ് കൂടി ഉണ്ടാവും, എപ്പോഴും വർക്ക് ഇതിന് വരുമ്പോഴേക്ക് ലാപ്ടോപ്പ് ഉണ്ട് സൈഡിൽ ഉണ്ട്. എനിക്കൊന്നും വൈഫിനെക്കാട്ട് കൂടുതൽ ലാപ്ടോപ്പ് ആണോ സമയത്ത് സൈഡിൽ ലാപ്ടോപ്പ് ഉണ്ട്. ദിയ ഒരു ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാ ദിയ ഒരു ലാപ്ടോപ്പ് അങ്ങനെയൊന്നും ഇല്ല. സിറ്റിംഗ് മോർ ടൈം വിത്ത് ലാപ്ടോപ്പ് ഉള്ളി എന്റെ കൂടെ ഒന്നും അല്ല. എന്നാലേ ദിയക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അശ്വിൻ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ വാവുന്നായി പോകും. കാരണം ഒരു മോതിരം, അതിനുശേഷം എന്ത് ലണ്ടൻ പോകുന്നു, തായ്ലൻഡ് പോണ്, പട്ടായ പോണ്, ബാങ്കോക്ക് പോണ്, മലേഷ്യ പോണ്, ഇങ്ങനെ കറങ്ങി നടന്നാ പോരെ. പിന്നെ ബാക്കി ഫുൾ പ്രിൻസസ് പാസഞ്ചർ പ്രിൻസസ് ആണ്. റിംഗ് ഇട്ടതൊന്നും പിന്നെ ഫുൾ ഇവന് ട്രീറ്റ് ആണ്. അത് കാരണം നമ്മൾ ലണ്ടൻ പോയപ്പോ പോലും ബിസിനസ് ക്ലാസ് സീറ്റിലാണ് സഹോദരൻ പോയത്, തിരിച്ചു വന്നത് ഫസ്റ്റ് ക്ലാസ് സീറ്റിലാണ്. അപ്ഗ്രേഡ് കിട്ടി. അപ്പൊ ഇവ എല്ലാരോടും പറഞ്ഞ സ്നേഹം മാത്രം കൊടുത്താൽ മതി. നമ്മുടെ തട്ടത്തിൻ മരത്തിൽ ഒരു ഡയലോഗ് ഉണ്ട്, ഒരു നജാഫ് എന്ന് പറയും, നമ്മുടെ മണിക്കുട്ടൻ, സ്നേഹം മാത്രം കൊടുത്താൽ മതി, ബാക്കി എല്ലാം അവള് തരും. ദിയ പെട്ടെന്ന് ഈ കൺവിൻസിന് പകരം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ വീണ് പോകുന്നു ഈ സ്നേഹത്തിലാണോ? അതെ, അയ്യോ ആണ്. എനിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ വെളിയിൽ ഇങ്ങനെ മറ്റേ ടോം ബോയ് ഷാട്ടൊക്കെ നടക്കുന്നത് പൈങ്കിളിയുടെ എക്സ്ട്രീം അറ്റമാണ് ഞാൻ. എന്തെങ്കിലും ചെറിയ സെറ്റപ്പ് ഭയങ്കര സാധനം കാണിച്ചാൽ ഞാൻ ഫ്ലാറ്റ് ആണ്. ദേഷ്യപ്പെട്ടിരിക്കുന്ന പോലെ എന്നെ കാണാൻ ദേഷ്യപ്പെടുമ്പോഴും നിന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ് എന്ന് പറഞ്ഞാൽ വെടി തീരും എൻ്റെ. ഞാൻ അപ്പം അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കും, അത്രേ ഉള്ളൂ. ഞാൻ ഐ എം എ വെരി ലൈക്ക് ഈസിലി സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും ബാക്കി 2 എണ്ണത്തിൽ എന്തൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? എനിക്കുണ്ട്. ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തോ, ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തിട്ട് കഴിക്കണേ. അത് ഒന്ന് എടുക്കൂ. അല്ല ഞാൻ ചൂസ് ചെയ്യുന്നത് ഇവൻ കഴിക്കും, മറ്റേത് ഞാൻ കഴിക്കും, അതാണ് താൻ കഴിക്കും. ഓക്കെ, ദൈവമേ എന്തായിരിക്കും ഗസ് ചെയ്യുന്നോ? അറിയില്ല. പുളിഞ്ചിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണോ? ആക്ച്വലി നമ്മള് എല്ലാ ഫുഡിന്റെയും കൂടെ പച്ചമുളക് തിന്നും. എല്ലാ ഫുഡിനോടും ഇവര് ഞാൻ ചോറ്, ഫ്രൈഡ് റൈസ്, ബിരിയാണി എല്ലാത്തിനും പച്ചമുളക് കടിച്ച് തിന്നും. പക്ഷേ എനിക്ക് ആ ഫുഡിന്റെ കൂടെയാണ് അത് ഇഷ്ടം, ചുമ്മാ എനിക്ക് ഇഷ്ടമല്ല. എന്നാ അതും കൂടി എടുത്തോ, എന്നാ ഒരുമിച്ച് കഴിച്ചോ രണ്ടുപേരും. ഓ ഗോഡ്, തനിക്കിത് കിട്ടിയ ചത്തേനെ പാവയ്ക്ക. ഇവൻ ചത്തേനെ, ഇവൻ അവരതാണ് ഇഷ്ടം. എന്റെ ദൈവമേ.